എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീനാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടേക്കായി വന്നതല്ല കേട്ടോ, അവിചാരിതമായി ഇവിടെ എത്തിച്ചേർന്നതാണ്. കാടിന് നടുവിൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഈ പുഴ കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുഴ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ചതാണ് ഈ പാലം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് കൂടി ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ കാണിച്ചു തരണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഈ വീഡിയോനുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നുറപ്പാണ്, ക്യാമറയിൽ പകർത്തിയതിലും സുന്ദരമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. ഈ കാണുന്നത് കണ്ണവം കാടിനുള്ളിൽ നിന്നും ഒഴുകി വരുന്ന പുഴയാണ്. വെള്ളത്തിന് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത്. മഴക്കാലമായതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാരണയായിട്ട് ഈ പുഴ മുറിച്ച് കടന്നിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ നല്ല സൂപ്പർ സ്പോട്ടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും അതുപോലെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടുകളും ഒക്കെ നടക്കാറുണ്ട്. ഈ കാടിന് നടുവിൽ ഈ പുഴക്കരികിൽ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു കുളിർമയുണ്ട്. അതുതന്നെ മതി എത്ര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളുടെ മനസ്സും ശാന്തമാക്കാനായിട്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. കാടിന് നടുവിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം എന്ന് തന്നെ നമുക്ക് ഈ നാരായണമംഗലം ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം. ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. വലുതായിട്ട് പൂജാവിധികളും ചടങ്ങുകളും വഴിപാടുകളും അങ്ങനെയൊന്നും അധികം ഇല്ല എന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നും നെടുമ്പയിൽ റോഡിലാണ്. കണ്ണവം കഴിഞ്ഞ് എടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി പോകുമ്പോൾ ഈ ക്ഷേത്ര കവാടം കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത്. റോഡ് സൈഡിൽ തന്നെ കവാടം കാണാം. എനിക്ക് തോന്നുന്നത് കണ്ണൂരിലുള്ളവർക്ക് തന്നെ അധികം ആൾക്കാർക്കും ഈ ക്ഷേത്രത്തെ പറ്റി അധികം അറിയില്ലെന്നാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചുറ്റോട് ചുറ്റും കാടാണ്. ഈ കാണുന്ന വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രം അമ്പലത്തിന് മുന്നിലായിട്ടാണ് ഉള്ളത്. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ വിഷ്ണുവിനെ സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ആരാധിക്കുന്നത്. വിഷ്ണുവിൻ്റെ സന്താനഗോപാലമൂർത്തി അവതാരവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ആ കഥ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ ഇപ്പോൾ നട അടച്ചിട്ടാണുള്ളത്. ഇതൊരു കുടുംബക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്കൊന്നും പ്രവേശിച്ചില്ല. മതിലിന് ചുറ്റും തുളസിച്ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂടിയാണല്ലോ തുളസിച്ചെടി, അതുകൊണ്ട് കൂടി ആയിരിക്കാം. പ്രസിദ്ധമായ തിരക്കേറിയ അമ്പലങ്ങളിൽ മാത്രം പോകാതെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലും വരണം കേട്ടോ. ഈ ക്ഷേത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.